നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രബല സമുദായമായ ഈഴവരെ നിരന്തരം അവഗണിച്ചതാണ് കോൺഗ്രസിനും UDFിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റ തിരിച്ചടിയുടെ പ്രധാന കാരണമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. തിരഞ്ഞെടുപ്പുകളിലെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ഇതാണ്. 2021-ലും 2016-ലും UDF ഏറ്റ വലിയ തിരിച്ചടിയുടെ പ്രധാന കാരണം ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ നൽകിയില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകി അവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. 27 MLA-മാരാണ് 2021-ൽ CPM-നും ഇടതുമുന്നണിക്കും ഈഴവ സമുദായത്തിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസോ കേവലം ഒരു ഈഴവ MLA മാത്രമേ ആ പാർട്ടിയിൽ നിന്നുള്ളൂ. അത് തൃപ്പൂണിത്തുറയിൽ നിന്നും ജയിച്ച K. ബാബു മാത്രം. ഈ അന്തരം വലിയ തോതിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം 24% വരുന്ന ഈഴവ സമുദായത്തിന്റെ പിന്തുണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചില്ലെങ്കിൽ 2021-ഉം 2016-ഉം ആവർത്തിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ നേതാക്കളെ, ആ സമുദായത്തിൽപ്പെട്ട കൂടുതൽ നേതാക്കളെ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകി മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ഉടൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകാനും അവരെ നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മത്സരിപ്പിക്കാനുള്ള ഒരു ഫോർമുല തന്നെ KPCC നേതൃത്വം ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ കോൺഗ്രസിന് ഇപ്പോൾ കാര്യമായ MLA-മാരോ ജനപ്രതിനിധികളോ ഇല്ല. അതിന്റെ പ്രധാന കാരണം തന്നെ ഈഴവ സമുദായം കോൺഗ്രസിന് എതിരായി നിൽക്കുന്നത് കൊണ്ടാണ്. ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മതിയായ പ്രാതിനിധ്യം കോൺഗ്രസ് നൽകുന്നില്ല എന്നുള്ള പരാതി കാലാകാലങ്ങളായി ഉയർന്നു വരുന്നതാണ്. നായർ, ക്രൈസ്തവ സമുദായങ്ങൾക്ക് മാത്രമാണ് കോൺഗ്രസിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതെന്നും ഈഴവരുൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്, അകന്നു പോവുകയാണ് എന്നുള്ള ചിന്ത കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് ഈ ഒരു പുതിയ തിരിച്ചറിവുണ്ടായതും ഒരു പുതിയ ഫോർമുല രൂപീകരിക്കപ്പെട്ടതും. ഏതായാലും കേരളത്തിലെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രബലമായ ഈഴവ സമുദായത്തിന് വലിയ തോതിൽ സീറ്റുകൾ നീക്കിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ധാരണയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈഴവ സമുദായത്തെ അവഗണിച്ചുകൊണ്ട് നായർ സമുദായത്തെയും ക്രൈസ്തവ സമുദായത്തെയും മാത്രം കൂടെ നിർത്തി ഇനിയൊരു തിരഞ്ഞെടുപ്പ് വിജയം സാധ്യമല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇനി കൂടുതൽ സീറ്റുകൾ ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾക്ക് മാറ്റിവെച്ചുകൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ തന്ത്രം വരുന്ന തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി 3-ാം തവണയും പിണറായി വിജയൻ അധികാരത്തിലെത്തും എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ പേടിയും ഭയമൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ ആരും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈഴവ സമുദായം ഇത്തവണയും കോൺഗ്രസിനെതിരായാൽ, UDFിനെതിരായാൽ 2021 ആവർത്തിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പലരും ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം.